ഗൗതം ഈ ആന ഇവിടെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴേക്കും അതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി ശ്രമിച്ച പത്ര ഫോട്ടോഗ്രാഫർമാർക്കെതിരെ ഈ ആനയുടെ പാപ്പാമാരുടെ ഒരു ആക്രോശം, അല്ലെങ്കിൽ അവര് ആനനെ തളയ്ക്കാൻ ഉപയോഗിക്കുന്ന, ആനനെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന തോട്ടി അടക്കം എടുത്തുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തകർക്കെതിരെ തിരിയുന്ന നിലപാടിലേക്ക് മാറുന്നു. കാരണം ഇത്രയധികം നാശമുണ്ടാക്കി മണിക്കൂറുകൾ ഈ നഗരത്തെ മുൾമുനയിൽ നിർത്തി ആനനെ തളയ്ക്കുന്നതിന് പകരം മാധ്യമ പ്രവർത്തകർക്ക് ആനപ്പാപ്പമാരുടെ ആക്രോശം ഉണ്ടായിരിക്കുകയാണ്. ആനപ്പാപ്പമാര് കയറി അടിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നു പോലീസും അതേപോലെ തന്നെ പോലും അനക്കാതെ കാഴ്ചക്കാരായിട്ട് നിൽക്കുന്ന പത്രമാധ്യമ പ്രവർത്തകർക്കെതിരെ കാരണം നാശനഷ്ടം നമ്മളെല്ലാവരും കാണുന്നതാണ്, ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. വളരെ 1.5 മണിക്കൂറായിട്ട് നഗരം നിർത്തി കത്തുകയാണ് ഈ ആ ദൃശ്യങ്ങൾ അല്ലെ ജനങ്ങൾക്കുണ്ടാകുന്ന വേവലാതി ആവലാതിയൊക്കെ കാണിക്കാൻ ആശങ്കപ്പെട്ട് ഓടി വന്ന ആ ജനങ്ങൾക്ക് സംരക്ഷിക്കുന്നതിന് പകരം അത് ദൃശ്യങ്ങളാക്കി മാധ്യമ പ്രവർത്തകർക്കെതിരെ അല്ലെ അത് വാർത്തയാക്കാൻ ശ്രമിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ ആനയുടെ പാപ്പമാരുടെ ആക്രോശം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ ഇരുനില കെട്ടിടത്തിന്റെ മുകളിലിട്ട് പത്രമാധ്യമ പ്രവർത്തകർക്ക് നേരെ ഈ ആനയുടെ പാപ്പമാരുടെ ഒരു ആക്രോശം ഉണ്ടായി, അല്ലെങ്കിൽ അവരുടെ അക്രമ അല്ലെ കയ്യേറ്റ ശ്രമം ഉണ്ടായിരിക്കുകയാണ്. അല്പസമയം മുമ്പ് ഈ ആന ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ സമീപത്തുണ്ടായിരുന്നു. ആന എന്തായാലും താൽക്കാലികമായിട്ട് ശാന്തനായിട്ട് നിൽക്കുകയാണ്. ആന ശാന്തനായതിനു ശേഷമാണ് ഈ മാധ്യമ പ്രവർത്തകർക്ക് ഈ ഫോട്ടോഗ്രാഫർ ഓക്കെ, ആനയെ തളച്ചതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ ആ സ്ഥലത്ത് ഇപ്പോൾ നേരിയ സംഘർഷമുണ്ടായിരിക്കുകയാണ്. കാരണം 2.5 മണിക്കൂറായി വലിയ നാശനഷ്ടം വിതച്ച ആനയുടെ ഈ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമ പ്രവർത്തകരെ ആനയെ തളയ്ക്കുന്ന തോട്ടിയും മറ്റും ഉപയോഗിച്ച് അടിക്കാൻ പാപ്പാന്മാരും മറ്റും ശ്രമിച്ചതാണ് അവിടെ നേരിയ സംഘർഷത്തിന് വഴിവെച്ചിരിക്കുന്നത്. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ B. ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് ഇപ്പോഴാ പ്രശ്നം അവിടെ ശാന്തമാക്കിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ആനയെ തളയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മറുഭാഗത്ത് അവിടെ നേരിയ സംഘർഷവും നടക്കുന്നു. ആകെ ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നത്. സാനു തുടരുകയാണ്. സാനു, ഇപ്പോൾ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടോ? ഇവിടെ ഈ ഒരു ആനപ്പാപ്പമാരുടെ അക്രമത്തിന് ഇരയായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ നമ്മളോടൊപ്പം ചേരുകയാണ്. പടം എടുക്കാനായിട്ട് ടെറസിൽ കയറിയതാണ്. അപ്പൊ ആ പുള്ളി കയറി വന്ന പാപ്പനെ തോന്നുന്നു, പുള്ളി കയറി വന്ന് ക്യാമറ പിടിച്ച് വാങ്ങി. എന്നിട്ട് ഉന്തും തള്ളിന്റെ ഇടയിൽ പുള്ളിയുടെ കൈ തട്ടി ഇതിന്റെ ഫേസ് പൊട്ടി ബ്ലഡ് വരുന്നുണ്ട്. നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്തല്ലേ ചേട്ടാ. തല്ലിന്റെ ക്യാമറ പിടിച്ച് വലിച്ചു. പാപ്പന്മാരോ ഫോഴ്സ് ചെയ്ത് ക്യാമറയും ബാഗും കൂടി പിടിച്ച് എന്ത് പറഞ്ഞാണ് ഈ പാപ്പന്മാരുടെ ഭാഗത്ത് നിന്ന് ചെപ്പോ പിടിച്ച് വലിച്ചെന്റെ ക്യാമറ ഉള്ള കൈ തട്ടിയതാ. ക്യാമറ ശരിക്കും പിടിച്ച് തല്ലിപ്പൊളിക്കുന്ന പുള്ളി പറഞ്ഞു. എന്റെ ക്യാമറ തല്ലിപ്പൊളിക്കാൻ പുള്ളിക്ക് റൈറ്റ് ഇല്ലല്ലോ. നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്തല്ലേ. അല്ല, അവിടെ നിന്ന് എന്റെ ക്യാമറ തട്ടിപ്പറിക്കാൻ നോക്കി. മുഖത്ത് ഇപ്പോൾ ഉന്തം തള്ളും അതിന്റെ ഇടയിൽ പുള്ളിയുടെ കൈ തട്ടിയതാ. ശരിക്കും എന്നെ ഇടിച്ചേനെ, എന്തോ വായത്തിടിച്ചില്ല. ക്യാമറ തല്ലിപ്പൊളിക്കുന്ന പറഞ്ഞു. പിന്നെ ക്യാമറ അങ്ങനെ പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ചു. ആ വീട്ടുകാരെന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. നമ്മൾ 2 പേരുണ്ടായിരുന്നു. കൗമുദിയിലെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. ചേട്ടാ എന്താ ചേട്ടാ, നമ്മൾ മര്യാദയ്ക്ക് ഫോട്ടോ എടുക്കാൻ കയറിയതാണ്. ഇവർ ആനയുടെ അടുത്തൊന്നുമല്ല, നമ്മൾ 2ാം നിലയുടെ ബിൽഡിങ്ങിന് മുകളിലായിരുന്നു. എന്നിട്ട് അവൻ ആ ബിൽഡിങ്ങിന് മുകളിലേക്ക് കയറി വന്നിട്ട് ഞങ്ങളോട് അതിരൂക്ഷമായി തേറി പറഞ്ഞ് ഈ മനോരമ ഫോട്ടോഗ്രാഫർ ഉറപ്പുള്ള ഞങ്ങളെ വലിച്ച് താഴ്ത്തിടാൻ നോക്കി, ക്യാമറ പിടിച്ച് നിലത്തോട്ടി പൊട്ടിക്കാൻ നോക്കി, ഇതൊക്കെ ചെയ്തു. ഇവിടെ സാനു, ആനയെ തളച്ചിട്ടുണ്ടോ? അവിടെ എന്താണ് മറ്റ് വിശദാംശങ്ങൾ? അതായത് ആനയെ പൂർണ്ണമായി തളയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
ഗൗതം, ഇതുവരെയും ഈ സമയം വരെയും ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല. ആന മറുഭാഗത്ത് നിൽക്കുമ്പോൾ ആനപ്രേമികളുടെ ഭാഗത്ത് നമുക്ക് വലിയ ശബ്ദം കേൾക്കാം. ആന അവിടെ വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്ന ശബ്ദം കേൾക്കാം. നമുക്കത് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും. ഈ വീടിന്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന ആളുകൾ ഈ ഒരു മാധ്യമ പ്രവർത്തകർക്ക് നേരിയ വലിയൊരു ആക്രോശം അഴിച്ചുവിടുന്ന ദൃശ്യങ്ങൾ കാണാം. കാരണം അവർ ആനപ്രേമികൾ എന്ന മേനി നടിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഈ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഈ ആക്രോശവും അസഭ്യവർഷവും നടത്തുകയാണ്. മറുഭാഗത്ത് ആന വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നു. ആന ഇപ്പോഴും പ്രകോപനം തുറന്നുകൊണ്ടിരിക്കുന്നു. ആന ഒരു വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിന് സമീപത്തുള്ള എല്ലാ വസ്തുക്കളും തച്ചുടച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പോലും മറുഭാഗത്ത് അതിനെ കൃത്യമായിട്ട് ഈ നിയന്ത്രിക്കുന്നതിന് പകരം ഈ ആനപ്പാപ്പാമാർക്കൊപ്പമുള്ള ആനപ്രേമികൾ എന്ന് പറയുന്ന മേനി നടിക്കുന്നവർ ഈ ഒരു അക്രമം അല്ലെ ഇത്ര വലിയൊരു ഈ നാശനഷ്ടം ഉണ്ടാക്കുന്നത് പോലും കണ്ണില്ലാത്ത ക്രൂരത കാണിക്കുന്ന ആന അവിടെ നിൽക്കുമ്പോൾ പോലും ആനപ്രേമം പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ജനങ്ങളുടെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെ കുതിര കയറുന്ന കാഴ്ചയാണ് മറുഭാഗത്ത് കാണുന്നത്. എന്നാലും ആന ഇപ്പോഴും പ്രകോപനം തുടർന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ വീടിന് സമീപത്ത് നമുക്ക് കാണാം. ഈ വീടിന്റെ പിൻഭാഗത്താണ് ആനയുള്ളത്. ഈ വീടിന്റെ പിൻഭാഗത്തെ മതിൽ തകർത്തുകൊണ്ടാണ് ആന ഇതിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നത്. ആ ഉള്ളിൽ കയറി ആന ആ വീടിന് മുന്നിലെ പിൻഭാഗത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഓരോന്നായിട്ട് നശിപ്പിക്കുന്നു. അതിന്റെ ശബ്ദം നമുക്ക് വളരെ ദൂരത്ത് നിന്ന് പോലും കേൾക്കാൻ പറ്റുന്നു. അങ്ങനെ വലിയ അക്രമം ആന തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആന ശാന്തനല്ല. ഇടസമയത്ത് ചില സമയങ്ങളിൽ ആന ശാന്ത സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ അല്പനേരത്തിനുള്ളിൽ തന്നെ ആന വീണ്ടും പ്രകോപിതനാകുന്നു, വീണ്ടും നാശനഷ്ടം ഉണ്ടാക്കുന്നു. അങ്ങനെ വലിയ പ്രകോപനം ഉണ്ടാക്കുന്ന നിലയിലേക്ക് ആന മറുഭാഗത്ത് മാറുന്നു. അങ്ങനെ ഇപ്പോഴും ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ആ ഒരു ആനനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ വീടിനോട് ചേർന്ന് തന്നെ നിരവധി വീടുകൾ സമാന നിലയിൽ തന്നെയുണ്ട്. മതിലൊക്കെ പൊളിച്ചുകൊണ്ട് ആന അപ്പുറത്തെ ഭാഗത്തേക്ക് മാറുന്ന കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ആന ഇപ്പോഴും പ്രകോപനം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഗൗതം, തൃശ്ശൂരിൽ വരണ്ടോടിയ ആനയെ പൂർണ്ണമായി തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആന അവിടെ നാശനഷ്ടം ഉണ്ടാക്കുന്നുവെന്നാണ് സാനു റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം ഈ വെരുണ്ടോടിയ ആനയുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകർക്ക് നേരെയും അതിക്രമം ഉണ്ടായിരിക്കുന്നു. ഒരു ഫോട്ടോഗ്രാഫറുടെ ക്യാമറ പിടിച്ചുമേടിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ തൊട്ട് മുൻപ് കേട്ടിരുന്നു. ഇപ്പോൾ ആനയുടെ ദൃശ്യങ്ങൾ വീണ്ടും കാണാം. ഒരു വീടിന്റെ പറമ്പിലാണ് ആന ഇപ്പോഴുള്ളത്. അവിടെ വലിയ നാശനഷ്ടം ആന സൃഷ്ടിക്കുകയാണ്. ആനയെ തളയ്ക്കുവാനുള്ള ശ്രമം ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. ഒരു തൊടിയിലേക്ക് കയറിയ ആന അവിടെ കണ്ണിൽ കാണുന്ന വസ്തുക്കളൊക്കെ പൂർണ്ണമായി തന്നെ തകർക്കുകയാണ്. 2.5 മണിക്കൂറായി ആനയുടെ വിളയാട്ടം തൃശ്ശൂർ നഗരത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. ഈ എന്തൊക്കെയാണ് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് എന്നതിൻ്റെ കണക്കുകൾ ഇപ്പോൾ വ്യക്തമല്ല. കാരണം ഈ ആന പോയിരിക്കുന്ന ടൗൺ ഹാൾ മുതൽ പിന്നീട് അങ്ങോട്ട് ആന സഞ്ചരിച്ചിരിക്കുന്ന വഴികളിലെല്ലാം കണ്ണിൽ കണ്ടതെല്ലാം തകർത്തു എന്ന് പറയുമ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഒരുപാട് കാറുകളും ബൈക്കുകളും ഒക്കെ ആന തകർത്തിട്ടുണ്ട്. വീടിൻ്റെ ഗേറ്റുകൾ തകർത്തിട്ടുണ്ട്. പറമ്പിനകത്ത് കയറി കൃഷി തകർത്തതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ നാശനഷ്ടം വളരെ വലുതാക്കും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഈ ദൃശ്യങ്ങളിലൂടെയാണ് നമുക്കിത് അറിയാൻ കഴിയുന്നത്. ഒപ്പം സാനു ആ വെരുണ്ടോടുന്ന ആനയുടെ സമീപത്ത് തന്നെയുണ്ട്. സാനു സൂചിപ്പിക്കുന്നതും അവിടെ വലിയ നാശനഷ്ടം ഉണ്ടാകുന്നു, ഇപ്പോഴും നാശമുണ്ട് എന്നതാണ്. സാനു, ഇപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള പുരോഗതിയുണ്ടോ? ആനയെ തളച്ചു എന്നത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? ഒരിക്കലുമില്ല ഗൗതം. ഇതേ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മനു, ഈ ഒരു വീടിന് മുന്നിലേക്ക് ആന എത്തിയിരിക്കുകയാണ്. ഒരു വീടിന് സമീപം നോക്കൂ, നമ്മൾ എത്ര ആശങ്കപ്പെടുത്തുന്ന ദൃശ്യമാണ്. ആ വീടിനുള്ളിൽ ഉള്ളവർ അവിടെ ഉണ്ടോ അല്ലെങ്കിൽ അവർ പുറത്തേക്ക് രക്ഷപ്പെട്ടോ എന്ന് പോലും അറിയില്ല. ആ വീടിന് മുന്നിൽ അവരുടെ തിണ്ണയിലേക്ക് ആന എത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ ഒരു വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു നിമിഷങ്ങൾക്കാണ് ഇവിടെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് 4-5 വീടുകൾക്ക് പിന്നിൽ നിന്ന് ഒരു മതിൽ പൊളിച്ചുകൊണ്ടാണ് ആന ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അതിനുശേഷം ഓരോ വീടുകൾക്ക് സമീപം കൂടി ആന കയറുന്നു. അപ്പം എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അതായത് തൃശ്ശൂർ നഗരത്തിൽ നിന്ന് ആന മറ്റൊരു വീടിന്റെ, അതായത് ഇപ്പോൾ ഉണ്ടായിരുന്നിടത്തു നിന്ന് മാറി റോഡിന് സമീപത്തേക്ക് ഒരു വീടിന്റെ സമീപത്തേക്ക് വരുന്നു. അങ്ങനെയെങ്കിൽ ആന അല്പസമയത്തിനുള്ളിൽ തന്നെ ആ മതിലും തകർത്തുകൊണ്ട് പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ച ഉണ്ടാവും. എന്തായാലും അത്രയ്ക്ക് ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ സംഭവം ഉണ്ടായി 3 മണിക്കൂർ തികയുമ്പോഴും ഈ ആനയെ തളയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെ അതിനെ മയക്കുവെടി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് എത്രത്തോളം പരാജയമാണെന്ന് നമ്മൾ ആലോചിക്കണം. അത്രയ്ക്കും ഭീകരമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ട്, അത്രയ്ക്കും ആശങ്കപ്പെടുത്തുന്ന സംഭവം ഉണ്ടായിട്ട്, ഇത്രയധികം വീടുകൾക്ക് കേടുപാടും ഉണ്ടായിട്ട് ഈ ആനനെ തളയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ഇപ്പോഴും നടത്തുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ആനപ്രേമികളെന്ന് മേനി നടിക്കുന്നവർ ഇത്രയധികം അക്രമം നടത്തുന്ന ആനനെ തളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ അതിന് വേണ്ടിയിട്ടുള്ള സഹായം നൽകുന്നതിന് വേണ്ടിയിട്ട് കാണുന്നില്ല, അതിനെ സഹായിക്കുന്നില്ല. നിങ്ങൾ ക്യാമറ പിടിക്കുന്ന ആരും
ക്യാമറ ഒന്ന് പിടിക്കണം. നിങ്ങൾ പറഞ്ഞാൽ മതി. പറഞ്ഞല്ലോ, നിങ്ങൾ ക്യാമറ വന്ന് പിടിക്കുന്നത്. നിങ്ങൾ ആരാ? സാനു, അവിടെ എന്താണ് നിലവിലത്തെ സാഹചര്യം? അവിടെ ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരെ അടക്കം മാറ്റുന്നുണ്ട്. നമ്മുടെ ക്യാമറയുടെ മേൽ ഉദ്യോഗസ്ഥൻ കൈവച്ചിട്ടുണ്ട്. വളരെ സുരക്ഷിതമായി മാത്രം നിന്ന് റിപ്പോർട്ട് ചെയ്യുക. സാനു, എന്താണ് നിലവിലത്തെ സാഹചര്യം? രാഖി, എന്നാലും ഈ ഒരു കഴിഞ്ഞ 3-4 മണിക്കൂറായിട്ട് ഈ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഒരു നഗരമധ്യത്തിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടത്. കാരണം ഇത്രയധികം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇത്രയധികം വീടുകൾ തകർത്തിട്ടും ഇത്രയധികം വാഹനങ്ങൾ തച്ചുടച്ചിട്ടും അതിനെതിരെ ആനനെ തളയ്ക്കാനായിട്ട് ഒരു നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. സാനു, അതായത് മണിക്കൂറുകൾ പിന്നിടുന്നു. 3 മണിക്കൂറായി ആനയെ തളയ്ക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കുന്നില്ല. അതോടുകൂടി മാധ്യമപ്രവർത്തകർക്ക് നേരെ, അത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ തിരിയുകയാണോ ഉദ്യോഗസ്ഥർ? അത് സ്റ്റേഷന്റെ ലിമിറ്റ് പറഞ്ഞുകൊണ്ട് ആന എവിടെ നോടി ആ പോലീസ് സ്റ്റേഷന്റെ ലിമിറ്റ് തൊട്ട് ലിമിറ്റുകൾ ഓരോ ഉദ്യോഗസ്ഥരും കൈയൊഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അല്ലെങ്കിൽ കേടുപാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിരവധി വാഹനങ്ങൾ തകർത്തിട്ടുണ്ട്. ഇത്രയധികം നാശനഷ്ടം ഉണ്ടാകുമ്പോൾ ആനയെ നിയന്ത്രിക്കുന്നതിന് പകരം ജനങ്ങളെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ആനയെ തൊഴിൽവിഹാരത്തിന് വേണ്ടി വിടുന്ന അവർ തന്നെ ഇരിക്കും. സ്ഥലം MLA കൂടി നമ്മൾക്കൊപ്പം ചേരുകയാണ്. അതായത് മറ്റൊരു സ്ഥലത്തിലേക്ക് ബന്ധിക്കാൻ കൂടി നമ്മൾക്കൊപ്പം ചേരുകയാണ്. എന്തായാലും തൃശൂർ നഗരത്തിലാണ് ആന ഇടഞ്ഞിരിക്കുന്നത്. അവിടെ നഗരമധ്യത്തിൽ ആന പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു. 3 മണിക്കൂറായി ആനയെ ഇതുവരെയും തളയ്ക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല. ഇത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമം അല്ലെങ്കിൽ കയർക്കുകയാണ് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ്. യെസ്, അവിടെ നിന്നുള്ള തത്സമയ പ്രതികരണത്തിലേക്ക്. ഈ പ്രദേശത്തേക്ക് ഓടി വന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ വിഷമം 1.5 മണിക്കൂറായിട്ട് പോലും വേണ്ട രീതിയിലുള്ള ഒരു ജില്ലാ ഭരണകൂടം ഉയർത്തെഴുന്നേറ്റ് പ്രവർത്തിച്ചില്ല എന്നുള്ളൊരു വിമർശനമുണ്ട്. ഇപ്പം എന്തായാലും കളക്ടർ ഞാൻ വിളിച്ച് പറഞ്ഞു എന്നാണ് കളക്ടറോട് പറഞ്ഞത്. എന്തായാലും കളക്ടറോട് ഇപ്പോൾ ഫോഴ്സിന് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അടിയന്തരമായ ഇടപെടാൻ CM അറിയിച്ചിട്ടുണ്ട്. CM ഇടപെടുന്നുണ്ട്. മയക്കുമരുന്ന് വെക്കുന്ന കാര്യത്തിൽ അവർ വിദഗ്ധമായി സംസാരിച്ചിട്ട് വേണം. അതായത് മയക്കുമരുന്ന് വെച്ചാൽ ചിലപ്പോൾ അരമണിക്കൂർ കൂടുതൽ വയലൻ്റ് ആവുമെന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ ആനേനെ അവിടെ ചെറുതായിട്ടൊന്ന് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഒന്നും മനസ്സിലായി. ലക്ഷ്മി എന്ന പേര് ഞാൻ മനസ്സിലാക്കിയത് ശിവലക്ഷ്മി എന്നാണ് പേര് ഞാൻ മനസ്സിലാക്കിയത്. ഇവിടുത്തെ അല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം സംശയമുണ്ട്, നമുക്ക് ഉറപ്പായില്ല. കളക്ടർ ഇപ്പോൾ വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. വേണ്ട കാര്യം ശിവൻ ലക്ഷ്മി എന്ന് പറയുന്ന ആനയാണ് ഈ ഒരു അക്രമം ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇടഞ്ഞിട്ടുള്ളത്. നമുക്കിപ്പോൾ ഈ മയക്കുവെടി വെക്കുന്നതായിട്ടുള്ള അന്തിമ തീരുമാനമായിട്ടില്ല എന്നാണ് അദ്ദേഹം വീണ്ടും. 1.5 മണിക്കൂറായിട്ടും ഈ ഒരു സാഹചര്യം ആനയുടെ നമുക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. പക്ഷെ എന്തായാലും ജില്ലാ ഭരണകൂടം ഇതിനോട് ഗൗരവമായി ഇടപെടാൻ CM നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് ചെറിയൊരു വീഴ്ച വന്നിട്ടുണ്ട്. കളക്ടർ ഞാൻ വിളിച്ചപ്പോൾ അറിഞ്ഞോളൂ എന്നാണ് പറയുന്നത്. പക്ഷെ എന്തായാലും 1.5 മണിക്കൂറായിട്ട് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ശരിയല്ലല്ലോ. അറിയണ്ടേ, പോലീസ് അറിയിക്കണ്ടേ? അറിയിച്ചിട്ടുണ്ട്, മാധ്യമപ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്, ഇവിടെ നിൽക്കുന്ന പോലീസ് അറിയിച്ചെന്ന് പറഞ്ഞു. ജില്ലാ ഇല്ല, അപ്പോൾ അതിൻ്റെ അതും ഇപ്പോൾ അവരെ ആനയെ ചെറുതായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് പൊട്ടിക്കാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ 6-7 വാഹനങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. 2 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു വീട്ടിൽ ആളില്ല, അവര് പുറത്ത് പോയിരിക്കണം. ആ സമയത്താണ് അവിടേക്കാണ്. ഇപ്പോൾ അവിടെ ബന്ധിച്ചിട്ട് ആനയ്ക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആനയ്ക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ആനയുടെ ബ്ലഡൊക്കെ കാണാനുണ്ട്, പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇനി ഇത് എന്താണ് സാഹചര്യം എന്നൊന്നും പരിശോധിച്ചിട്ടില്ലല്ലോ. എന്താണ് MLA ആണ് ഇപ്പോൾ നമ്മളോടൊപ്പം MLA ആണ് ഇപ്പോൾ തത്സമയം ജനം ടിവിയോട് പ്രതികരിച്ചത്. സാനു, എന്താണ് അദ്ദേഹം പറയുന്നത്? അതായത് ഈ മയക്കുവെടി വെക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ ഉണ്ടാകില്ല എന്നുള്ളതാണോ? അങ്ങനെയല്ല രാഖി. അതായത് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ള പ്രധാന കാര്യം, അതായത് ജില്ലാ ഭരണകൂടത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഇടപെടുന്നതിൽ കാലതാമസം
എന്നാണ് അദ്ദേഹം സമ്മതിക്കുന്നത്. അതേപോലെ തന്നെ അടിയന്തരമായിട്ട് അതിനുശേഷം ജില്ലാ കളക്ടറെയും അതേപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അല്പസമയം മുമ്പ് എലിഫന്റ് സ്ക്വാഡും കൂടെ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സംഭവം ഉണ്ടായി 3 മണിക്കൂറോളം ആകുന്ന നേരത്ത്, അതായത് രാവിലെ 8:45 കൂടിയ സംഭവം ഇപ്പോൾ 11 മണി പിന്നിടുമ്പോൾ, കൃത്യം പറഞ്ഞാൽ 11 മണി കഴിഞ്ഞ് 5 മിനിറ്റൂടെ പിന്നിടുന്ന സമയത്ത് മാത്രമാണ് ഈ എലിഫന്റ് സ്ക്വാഡ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇനി അവർ പറയുന്നത്, ഈ MLA വ്യക്തമാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അതായത് ഈ ആനനെ മയക്കുവെടി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകളൊക്കെ ആവശ്യമാണ്. ഏതെങ്കിലും തരത്തിൽ വെടിവെച്ച് കഴിഞ്ഞാൽ ആനയ്ക്ക് പിന്നെയും പ്രകോപനം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്, സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള കൂടിയാലോചനകൾ നടത്തിയതിന് ശേഷം മാത്രമേ ആ ഒരു നടപടിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കൂ എന്നാണ് MLA വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെത്തുന്നുണ്ട് ഈ പ്രദേശത്തേക്ക്. അതേപോലെ തന്നെ ആ ദൃശ്യങ്ങളിൽ കാണാം, ഈ വീടിൻ്റെ ഏറ്റവും എൻഡ് ഭാഗത്ത്, അതായത് അവസാന ഭാഗത്ത് ആ ഒരു മതിൽക്കെട്ട് പൊളിച്ചുകൊണ്ടാണ് ആന ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചത്. ഇതിനുള്ളിൽ ചെന്നതിന് ശേഷം, ഇതിന് പിന്നിലൂടെ ചെന്നതിന് ശേഷം അതിന് പിന്നിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അവയെല്ലാം നശിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. വലിയ സൗണ്ട്, വലിയ ശബ്ദം ആന കയറിയതിന് തൊട്ട് പിന്നാലെ നമുക്ക് അവിടെ നിന്നെല്ലാം. ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്ന പ്രദേശം എവിടെയാണ്? അവിടെയുള്ള ആളുകളെ മാറ്റിയിട്ടുണ്ടോ? എങ്ങനെയാണ് അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ? ഇല്ല രാഹി, അതായത് ചേറൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ള ഈ ഭാഗത്താണ് ഉള്ളത്. അവിടെ ഈ വീടുകൾ തിങ്ങിപ്പറക്കുന്ന, അതായത് ജനസാന്ദ്രത ഏറിയ പ്രദേശം, അതായത് ഇടറോഡുകളോട് തിങ്ങിയ പ്രദേശം, നിരവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം, അങ്ങനെയുള്ള ഒരു പ്രദേശത്താണ് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഒരു വീടിൻ്റെ മുൻഭാഗത്താണ് ഇപ്പോൾ ആനയുള്ളത്. അത് റോഡിലേക്ക് ഇറങ്ങുന്നതിന് വരുന്നു, പിന്നീട് അത് പിൻവാങ്ങിക്കൊണ്ട് ആ വീടിൻ്റെ സമീപത്തേക്ക് നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതിന് സമീപം തന്നെ ആനയുണ്ട്. ഇപ്പോൾ അല്പസമയങ്ങളായിട്ട് ആനയുടെ ഭാഗത്തുനിന്നും മറ്റ് പ്രകോപനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് നമുക്ക് ഇതിന് തൊട്ട് സമീപത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആന അവിടെ ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നാശനഷ്ടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ശബ്ദങ്ങളൊക്കെ, വലിയ ശബ്ദങ്ങളൊക്കെ നമ്മൾക്ക് പുറത്തേക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെയുള്ള വലിയ ശബ്ദങ്ങളൊന്നും ഇപ്പോൾ പുറത്തേക്ക് കേൾക്കുന്നില്ല. അതുമാത്രമല്ല, ഈ ഒരു സംഭവം ആന നിലയുറപ്പിച്ചിരിക്കുന്ന പ്രദേശത്തിന് സമീപത്തുള്ള ആളുകളെയൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ഇരുനില വീടുകളാണ് ഇവിടെ അധികവും ഉള്ളത്. അത്തരത്തിൽ താഴത്തെ നിലയിലുള്ളവരെല്ലാം മുകളിലത്തെ നിലയിലേക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് അവർ മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. ഇനി ആനയെ തളയ്ക്കുക, കൃത്യമായിട്ട് ആനയെ തളച്ച് ഇവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആന നടന്നു വന്ന വഴി, അതായത് വടക്കേ സ്റ്റാൻഡിന്, തൃശ്ശൂർ നഗരമധ്യത്തിലുള്ള വടക്കേ സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് ആനയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു പരിഭ്രാന്തനാവുന്നു. അവിടുന്ന് അത് നടന്നു വരുന്ന വഴിക്ക് ആദ്യം അത് തച്ചുടയ്ക്കപ്പെടുന്നത് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപത്തുള്ള വില്ലേജ് ഓഫീസിന് ഉള്ളിലേക്ക്, സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന പ്രദേശമാണ്, അതിനുള്ളിലേക്ക് കയറിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കളടക്കം ആദ്യം തകർക്കുകയാണ്, അല്ലെങ്കിൽ തച്ചുടയ്ക്കുകയാണ്. അതിനുശേഷം അവിടുന്ന് വരുന്ന ആന നേരെ ആ റോഡ് വഴി കല്യാൺ സിൽസ് അടക്കമുള്ള ആ പ്രധാനപ്പെട്ട ആ റോഡിലേക്ക്, രാമനിലയം അടക്കമുള്ള റോഡിലേക്ക്, ടൗൺ ഹാളിന് സമീപത്തേക്ക് ആന എത്തുന്നു. ടൗൺ ഹാളിലെ നിരവധി ആളുകൾ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് സംഘടിച്ചിട്ടുണ്ടായിരുന്നു. ആന വരുന്നത് കണ്ടുകൊണ്ട് അവർ വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഓടി മാറിയതിനാൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ അവിടെ ഉണ്ടായില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. അങ്ങനെ അവിടുന്ന് പോകുന്ന ആന, അതിന് സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങൾ, ഒരു കാറും ഒരു ഓട്ടോറിക്ഷയും അതിന് സമീപത്തേക്ക് വലിച്ചെറിയുന്നു, തുമ്പിയിൽ ചുഴറ്റി എറിയുന്ന ഒരു സാഹചര്യം. അതായത് മതിൽക്കെട്ടിനുള്ളിലേക്ക് ഈ ആന, ഈ വാഹനങ്ങൾ എറിഞ്ഞുകൊണ്ടാണ് അവിടുന്ന് ആന നേരെ തിരിഞ്ഞ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പ്രദേശത്തേക്ക് ഇത്രയധികം കിലോമീറ്ററുകൾ ഓടി ആന എത്തുന്നത്. അത് ഈ ആന വരുന്ന സമയം എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം തിരക്കുള്ള, ജനത്തിരക്കുള്ള, ഏറ്റവും അധികം ആളുകൾ ജോലിക്ക് പോകുന്ന സമയം, 9 മണി സമയത്തോടുകൂടി 8:45-നും 9 മണിക്കിടയിൽ ഇത്രയും വലിയ ജനത്തിരക്കുള്ള റോഡിൽ കൂടി ആന വിരണ്ടോടുന്ന ആന മറ്റ് നാശങ്ങളൊന്നും ആ പ്രധാനപ്പെട്ട റോഡുകളിലൊന്നും വരുത്തിയില്ല എന്നുള്ളതും ഏറെ ആശ്വാസകരവും ഉള്ള സംഭവമാണ്. അവിടെ നിന്നോടിയാണ് ഈ ചേറൂർ ഭാഗത്തേക്ക് എത്തുന്നത്. ഇതിനുള്ളിലേക്ക് കയറിയതിന് ശേഷം വലിയ രീതിയിൽ ആന അക്രമാസക്തനാവുന്നു. ആന പല പ്രദേശങ്ങളിലേക്കും ഒരേ സമയം, അതായത് ഓടി മുന്നോട്ട് പോയതിനു ശേഷം അവിടുന്ന് തിരികെ വരുന്നു, കണ്ടതെല്ലാം വലിച്ചെറിയുന്നു, വാഹനങ്ങൾ അടക്കം ചുഴറ്റിയെറിയുന്നു. അല്പസമയം മുമ്പ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ ഉണ്ടായിരുന്ന 4 ബൈക്കുകൾ അത് തകർത്തിരിക്കുന്നു. അവിടുന്ന് നേരെ വരുമ്പോൾ അതിന് സമീപത്തുണ്ടായിരുന്ന ഒരു കാർ തകർക്കുന്നു. പിന്നെ കാണുന്ന കണ്ട മതിലുകൾ അടക്കം നശിപ്പിച്ചുകൊണ്ട് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കും ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആന ശാന്തനായിട്ടുണ്ട്. സ്ഥലം MLA ഉണ്ട്, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാവരും ഈ ഒരു ആനയെ തളയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിത ശ്രമങ്ങൾ നടത്തുന്നു. ഒപ്പം തന്നെ അല്പസമയം മുമ്പ് എലിഫന്റ് സ്ക്വാഡും കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും നടപടികൾ വേഗത്തിലാക്കിയാൽ ആനയെ തളച്ചിട്ട് വളരെ വേഗത്തിൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹി, ഗുരുതരമായ സാഹചര്യം തന്നെയാണ്. സാനു, ഏതാണ്ട് 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു അല്ലേ? ഈ വാഹനങ്ങൾ തച്ചുടച്ചിട്ടുണ്ട്, മതില് തകർത്തിട്ടുണ്ട്, ഇപ്പോൾ ഉദ്യോഗസ്ഥർ തളയ്ക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ദൃശ്യങ്ങൾ കാണാം, ആനയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലേ സാനു? കാരണം ഒരു രക്തമൊക്കെ അതിൻ്റെ മുഖത്ത്, മസ്തകത്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ?
തീർച്ചയായിട്ടും രാഹി, ആനയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും സംശയവുമില്ല. കാരണം ആന ആ രീതിയിലുള്ള അക്രമമാണ് അഴിച്ചുവിട്ടിട്ടുള്ളത്. ഈ മതിലും ഇരുമ്പ് വസ്തുക്കളുമൊക്കെ ചുഴറ്റി എറിയുമ്പോൾ, കുത്തി മലർത്തുമ്പോൾ, അല്ലെങ്കിൽ ഗേറ്റും മതിലുകളും വീടുകൾക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ഈ വളരെ ഇടുങ്ങിയ സ്ഥലത്തുകൂടി പോലും ആന ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്തെല്ലാം ആനയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും മസ്തകത്തിലടക്കം വലിയ രീതിയിൽ ചോരപ്പാടുകൾ, രക്തം വാർന്നൊലിക്കുന്ന നിലയിലാണ് ആനയുള്ളത്. അങ്ങനെയെങ്കിൽ ആനയ്ക്ക് വലിയ രീതിയിൽ പരിക്കും പറ്റിയിട്ടുണ്ട്. ആന ഇപ്പോഴും ശാന്തനല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആന അല്പസമയം മുമ്പ് നിന്ന ഭാഗത്ത് നിന്ന് മാറിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പുറത്തേക്ക് വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ ഉള്ളത് ആളൊഴിഞ്ഞൊരു പറമ്പിലാണ്. അങ്ങനെയെങ്കിൽ അവിടെ വെച്ച് സുരക്ഷിതമായിട്ട് ആനയെ തളയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ളൊരു നടപടിക്രമങ്ങളാണ് എലിഫന്റ് സ്ക്വാഡിൻ്റെയും അതേപോലെ തന്നെ ഈ പോലീസിൻ്റെയും മറ്റുദ്യോഗസ്ഥരുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് മാത്രമല്ല, MLA അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത് ഇത് ഈ ആനയടഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരമധ്യത്തിൽ ഇത്രയധികം അക്രമം ഉണ്ടായ സമയത്തും കൃത്യമായിട്ട് ഇടപെടുന്ന കാര്യത്തിൽ ഒരു വീഴ്ച പറ്റിയെന്നുള്ളത്. അപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. രാജൻ പല്ലൻ തന്നെ തുറന്ന് സമ്മതിക്കുന്നു, അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതാണ് കൃത്യമായിട്ട് കാര്യക്ഷമമായിട്ടും ഇത്രയധികം നേരമായിട്ടും ഇടപെടാൻ സാധിക്കാഞ്ഞത്. കാരണം നമ്മൾ ഈ ആനയടഞ്ഞതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ സംഭവങ്ങൾ ആദ്യം കാണുന്നു, അതിനുശേഷം അവിടെ നിന്ന് വരുന്ന സമയത്ത് പോലും അവിടെ ഇല്ല എന്നുള്ളതാണ്. പിന്നീട് സ്പെഷ്യൽ ബ്രാഞ്ചിൽ അടക്കം വിളിച്ച് ആരായുമ്പോൾ ആന